കേരള ഗവൺമെൻറ് ഒരു പുതിയൊരു പോസ്റ്റ് കൊണ്ടുവരികയാണ്. കൃഷിക്കാരൻ എന്നുള്ളൊരിതിൽ പോസ്റ്റ് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റ് എടുക്കാൻ തയ്യാറാണോ? കേരളം കൃഷിയെയും കർഷകരെയും മറന്നോ എന്ന ഫാർമർ ഫെസ്റ്റിൻ്റെ അന്വേഷണം എത്തിയിരിക്കുന്നത് സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഇന്നത്തെ നമ്മുടെ ചോദ്യം, കൃഷിയിൽ സുസ്ഥിര വരുമാനം ലഭിച്ചാൽ യുവതലമുറ കൃഷിയിലേക്ക് വരുമോ എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണോ? കൃഷി ചെയ്യാന്നുള്ളതാണ്. റെഡിയാണോ അല്ലേ? തയ്യാറാണ്. തീർച്ചയായിട്ടും തയ്യാറാണ്. കൃഷി എന്ന് പറയുമ്പോ എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് നൽകേണ്ട. ഇപ്പൊ നമ്മൾ കേരളം എന്ന് പറയുമ്പോ എങ്ങനെയാണ് കൃഷി ആ ഒരു ഭാഗമായിട്ടല്ലേ അറിയപ്പെടുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് പീപ്പിൾ ഇപ്പോ ഈ ഒരു ജോലിക്ക് പോവാറുമില്ല. എല്ലാരും ഇപ്പോ വിദേശം അല്ലെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്കല്ലേ പോവാ. ഇതിനൊരു വിലയില്ലാത്ത പോലെയല്ലേ എല്ലാരും കാണുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ജോലി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തായാലും പോകും. പെൻഷനും ഉണ്ടാവും, ബോണസും ഉണ്ടാവും. പിന്നെന്താ എല്ലാരും അങ്ങനെയാണോ? എന്തുകൊണ്ടും എന്തായാലും ഇൻട്രസ്റ്റിംഗ് കൃഷി തന്നെയാണ്. ചെയ്ത ജോലി ഇഷ്ടമായിട്ടൊന്നല്ല ചെയ്തു. നമ്മള് വേറെ ആളുടെ കീഴിൽ അടിമയല്ല. കൃഷി ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടമല്ല, അത് ഏറ്റവും വലിയ. നമ്മളിപ്പോ ഒരു IT ഫീൽഡ് പറഞ്ഞ ഒരാളുടെ അടിമയാണ് എത്രത്തോളം ആയാലും. അത്രേ ഉള്ളൂ, അത് മാറി കിട്ടും. നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ അതിനൊരു സന്തോഷം സംതൃപ്തി വരും. മറ്റു നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ പറ്റാന്ന് പറയുന്നത് നമ്മളൊരു ക്വാളിറ്റി ആയിട്ട് കാണാൻ. അതിന് പറ്റിയ സാഹചര്യങ്ങളോ സമ്പ്രദായം നമുക്ക് ഉണ്ടാക്കി തരാന്ന് പറയുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഏറ്റെടുക്കുക തന്നെയാണ് നല്ലത്. അതെ അല്ലേ? ഓക്കെ. കൃഷിയിൽ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പൊ അതിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, ഈ ജോലി മോശമായതുകൊണ്ടല്ല, ഇത് മോശമായതുകൊണ്ടല്ല, കൃഷി താല്പര്യമുണ്ട്, അങ്ങനത്തെ ഇതും ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ തീർച്ചയായും പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ എന്താണ് നിങ്ങളെ ജോബ് ഡിമാൻഡ്സ്? എന്താണ് ഇപ്പം ഒരു ടീച്ചിങ് ജോബ് എന്ന് വിചാരിക്കും. ആ ടീച്ചിങ്ങിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ്, ഇന്ന ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് സർക്കാരിൽ നിന്ന് ഇത്രയും എമൗണ്ട് നമുക്ക് ലഭിക്കണില്ലേ, അതുപോലെ തന്നെ കർഷകർക്ക് വേണം. കുറെ പേര് ആത്മഹത്യയൊക്കെ അല്ലേ ഇപ്പൊ, കാരണം അവർക്ക് അതിന് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, ഫുള്ള് ലോസ്റ്റ് മാത്രമാണ് അവർക്ക്. അപ്പൊ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് വേണ്ടി കുറച്ചൊരു എക്സ്ട്രാ ലോൺസ് ഒക്കെ കൊടുക്കുക. പിന്നെന്താ, പാട്ടത്തിന് കുറെ ഭൂമിയൊക്കെ പണ്ട് കൊടുത്തിരുന്നില്ലേ, അതുപോലെ ഇപ്പൊ അവർക്ക് അങ്ങനെ കുറച്ച് ലാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് സ്കോപ്പ് നൽകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് അവർക്ക് അത് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിൽ സൂയിസൈഡ് എന്നുള്ളൊരു ചൂസ് ചെയ്യാതെ അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എല്ലാവരും അത് ചൂസ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഫാമേഴ്സിന് ഒരുപോലുള്ള റെസ്പെക്ട് കിട്ടുന്നില്ല, വേജസ് അതുപോലെ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇക്വാളിറ്റി വേണം, അവർക്ക് നമുക്ക് കൊടുക്കണം, അതേ വേജസ് കൊടുക്കണം. കൃഷി ചെയ്യുന്നതിനനുസരിച്ച് വരുമാനം കിട്ടണം. ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന പല അല്ല, കൃഷിനെ പലരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പം കുറച്ചും കൂടെ പ്രോത്സാഹനം ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാണെന്ന് വിചാരിക്കുന്നത്. ആനുകൂല്യങ്ങളും കിട്ടണം. കർഷകർക്ക് അങ്ങനെ ഒന്നും കിട്ടലില്ലല്ലോ, കുറവാണ്. അപ്പൊ അങ്ങനെ കിട്ടുവാണെങ്കിൽ കൃഷി ചെയ്യും. യുവതലമുറയുടെ ഉത്തരം നിങ്ങൾ കേട്ടില്ലേ? ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഒട്ടനവധി മേഖലകളിൽ, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത മേഖലകളിൽ ഗവൺമെന്റ് പണം മുടക്കുന്നുണ്ട്. എന്നാൽ കൃഷിയിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, പോഷകത്തിന് വേണ്ടി അല്പം ശ്രദ്ധിച്ചുകൂടെ? ഫാർമർ ഫെസ്റ്റ് ഈ അന്വേഷണം തുടരുകയാണ്.